റമളാൻ മാസത്തിന്റെ ഫുള്ള് റെസ്റ്റ് കഴിഞ്ഞ് പെരുന്നാളിന്റെ പുറമാണത്ത് ഉദിക്കുമ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്റെ കോട്ടെടുത്തിട്ട് കൊണ്ട് പ്രവർത്തനത്തിന് വേണ്ടി തിരിച്ച് പെരുങ്കുളത്ത് വരികയാ, മണനാക്കിൽ വരികയാ, ആറ്റിങ്ങലിൽ വരികയാ, ചിറയൻകീഴ് വരികയാ. വരുമ്പോൾ ഇബ്ലീസ് ഞെട്ടിപ്പോയി. അല്ലാഹുവേ, ആ കള്ളം കുടിച്ചോണ്ടാണ് ഓനൊക്കെ തൊപ്പിയൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് നടക്കുന്നത്. പെരുന്നാളിനൊക്കെ പോയി വെള്ളയും വെള്ളയൊക്കെ കൊടുത്ത് വാപ്പാരെ കബറിലൊക്കെ പോയി ദുആ ചെയ്യണം. അവന് വാപ്പാടെ കബർ ഏതെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് അവന്റെ തലയിലങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് അവനിപ്പോ വാപ്പാടെ കബർ പോയി ദുആ ചെയ്തു. ഇബ്ലീസിന് വലിയ അത്ഭുതം തോന്നും. ഇപ്രാവശ്യം അവൻ ടൂറിന് പോകുന്നില്ല. ഇപ്രാവശ്യം പെരുന്നാളിന്റെ കൂട്ടുകാരോടൊപ്പം അവൻ കള്ളുപിടിക്കുന്നില്ല, അനർത്ഥങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇബ്ലീസിന് സങ്കടം തോന്നുമ്പോൾ അവൻ നിന്റെ മനസ്സിലേക്ക് പറന്നു വരും. ചെറുപ്പക്കാരാ, അവൻ നിന്റെ മനസ്സിലേക്ക് പറന്നു വരും. നിന്റെ കൂട്ടുകാരൻ വരികയാണ്. പെരുങ്കുളത്തുള്ള മണനാക്കിലുള്ള പ്രദീപും സുരേഷും സന്ദീപും ഒക്കെ വരികയാ. അവര് വന്നിട്ട് പറയുന്നേടാ ശുക്കൂറേടാ സന്നാരേടാ മുനീറേടാ സുധീറേ, നീ എന്തേ നമ്മൾ ഓണമാകുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ? ക്രിസ്മസ് വരുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ? എന്തുകൊണ്ടാണ് നിന്റെ ഒരു പെരുന്നാൾ വന്നിട്ട് നീ ഞങ്ങൾക്ക് പാർട്ടി നടത്താത്തത്? അവൻ പറയുന്നു, എടാ അത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടൊന്നും അല്ലടാ സുരേഷേ. പിന്നെ ഉസ്താദ് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ശക്തമായ തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്ത റമളാന് മുമ്പ് ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ആരുമില്ലടാ സുരേഷേ, നീ ഒന്ന് റീത്ത് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിയിരിക്കുകയാണ്. പഴയ പരിപാടിയൊന്നുമില്ല. 27 രാവിലൊക്കെ കരഞ്ഞു ദുആ ചെയ്ത് ഭയങ്കര തീരുമാനം. അപ്പൊ യവൻ പറയടാ, നീ കൂടെ വന്ന് കുടിക്കണമെന്നൊന്നുമില്ല, നീ പൈസ തന്നാ മതി. അതൊരു സന്തോഷമല്ലേടാ. അങ്ങനെയാണെങ്കിൽ ശരി, 1000 രൂപ അവന്റെ വകയായിട്ട്. ഇബ്ലീസ് പറയടാ, സാഹോദര്യം എന്ന് പറഞ്ഞ ഇസ്ലാമിൽ വളരെ അത്യാവശ്യം. അപ്പോഴേ അവൻ 1000 രൂപ എടുത്തു കൊടുക്കും. സാഹോദര്യം എന്ന് പറയുന്നത് മണനാക്കാലങ്കോടിന്റെ പരിസരത്ത്, ആറ്റിങ്കലിന്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ മഹാഭാരതത്തിലൂടെ ബൈബിളിലൂടെ എത്ര വലിയ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കര പറഞ്ഞാലും മുസ്ലിം ചെറുപ്പക്കാര് മറ്റു മതങ്ങളെ സ്നേഹിക്കുന്ന പോലെ മുസ്ലിം മതത്തെ സ്നേഹിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് 101 എഴുതി ഒപ്പിട്ട് പറഞ്ഞു തരാൻ ഞാൻ മനസ്സ് വെക്കുകയാണ്. കാരണം എന്തെന്നറിയാം, അത്രത്തോളം വലിയ സ്നേഹമാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ശബരിമലയിൽ പോകുന്ന വാഹനത്തിന്റെ ടയറ് കുത്തി കീറാൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് മറ്റു മതസ്ഥരോട് സ്നേഹിക്കാനും അയൽവാസികളെ ഹൈന്ദവരാണെങ്കിൽ ആദരിക്കാനും പഠിപ്പിച്ച മതം വിശുദ്ധ ഇസ്ലാമാണ്. ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കള്ളുകുടിക്കാൻ കാശ് കൊടുത്തിട്ടല്ല ആഘോഷത്തിൽ അവരെ പങ്കു ചേർക്കേണ്ടത്. പക്ഷേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മുടെ മനസ്സിലേക്ക് വന്നു ചേരും. ആ സമയത്ത് നമുക്ക് സർവ്വതും നഷ്ടപ്പെട്ടു പോവുകയാ, നമ്മുടെ പിടിവിട്ടു പോവുകയാ. തൊപ്പിയിട്ടവൻ അറിയാതെ തൊപ്പിയൂറുകയാണ്, ദാടി വെച്ചവൻ അറിയാതെ ദാടി മടിക്കുകയാണ്, നിസ്കാരം തുടങ്ങിയവൻ അറിയാതെ നിസ്കാരം നിർത്തുകയാണ്. സർവ്വതന്മാരുടെ തരത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയവർ അറിയാതെ ഹറാമിയത്തിലേക്ക് പോവുകയാ. സുബ്ഹാനല്ലാഹ്, ആ റമളാൻ മാസം എത്ര പെട്ടെന്നാ വിട പറഞ്ഞു പോയത്. വല്ലതും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പെരുങ്കുളത്തുകാരെ, തറാവീഹ് എത്ര പെട്ടെന്നാ തീർന്നത്, തഹജ്ജുദ് എത്ര പെട്ടെന്നാ തീർന്നത്, തസ്ബീഹ് എത്ര പെട്ടെന്നാ തീർന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ റമളാൻ മാസത്തിൽ നമ്മുടെ കൈവെള്ളയിലൂടെ എടുത്ത് നിവർത്തി വെച്ചിട്ട് വെട്ടിക്കരഞ്ഞുകൊണ്ട് പാരായണം ചെയ്ത ദിവസങ്ങൾ എത്രയാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അല്ലാഹുവിന്റെ മാർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരൽപ്പം പോലും വ്യതിചലിക്കാതെ ജീവിക്കാനുള്ള പവർ അല്ലാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, തീരുമാനിക്കുക, 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ സമ്മാനിക്കുന്ന ഈ വിഷയം കേട്ടുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ഇത് അംഗീകരിക്കാൻ നിങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞാൽ ഉറപ്പോടുകൂടി ഞാൻ പറയുകയാണ്, നീ മരിക്കുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാര്, റഹ്മത്തിന്റെ മാലാഖമാര് പെരുങ്കുളത്തുള്ള നിന്റെ വീട്ടിന്റെ അകത്തിറങ്ങി വരും. ചെറുപ്പക്കാരാ, ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരാ, ഒന്ന് തീരുമാനിക്കുക, രക്ഷപ്പെടണ്ടേ. എത്ര വലിയ അഴുക്കുകാരിൽ കിടന്നവനാകട്ടെ, എത്ര വലിയ മോശത്തരങ്ങൾ ചെയ്തവരാകട്ടെ, എത്ര
വലിയ വൃത്തികേടുകൾ ചെയ്തവരാകട്ടെ, അവർക്ക് അല്ലാഹു പടച്ചതമ്പുരാൻ ഹിദായത്തിന്റെ വഴി വെച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹറാമിയത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവല്ല ചെറുപ്പക്കാരാ. ആരായിരുന്നു ചെറുപ്പക്കാരാ? വഹശി എന്ന് പറയുന്നയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഉഹുദിന്റെ രണാകുലത്തിൽ വിട്ട് വെട്ടിയെറിഞ്ഞു പോയയാളാ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൈ വെട്ടിയെടുത്ത, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കാല് വെട്ടിയെടുത്ത, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തല വെട്ടിയെടുത്ത, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ച് കുത്തിക്കീറിയിട്ട് കരൾ പുറത്തെടുത്തിട്ട് എന്തെന്ന് പറയുന്ന പെണ്ണിന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ശവച്ചരച്ച് പൊട്ടിക്കളയാൻ ഒത്താശ ചെയ്തു കൊടുത്ത വഹശി എന്ന് പറയുന്ന മനുഷ്യൻ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വന്ന് ഇസ്ലാമരം സ്വീകരിച്ചില്ലേ ചെറുപ്പക്കാരാ? ഉന്നതമായ സ്ഥാനത്തിലേക്ക് വഹശി എത്തിയില്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് കണ്ണുപിടിച്ചു പോയി അല്ലാ, പലിശ വാങ്ങിപ്പോയി അല്ലാ, വ്യഭിചരിച്ചു പോയി അല്ലാ, നിന്നിലേക്ക് എടുക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് പിന്തിരിയാറ് അല്ലാഹുവിന്റെ മുമ്പ് വന്ന് പൊട്ടിക്കരയണം ചെറുപ്പക്കാരാ. നാളിതുവരെ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായി അല്ലാഹു നിനക്ക് തന്ന യുവത്വം എങ്ങനെ ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ അഭിമാനത്തോട് നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ, പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, അനാഥ മക്കളെ തലോടാൻ, നാട്ടിലുള്ള ദീനീപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ അല്ലാഹു എഴുതിയിരുന്ന ചെറുപ്പക്കാലത്തെ ചെലവഴിച്ചു എന്ന അഭിമാനത്തോടെ പറയാ. എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് സാധിക്കണം കേട്ടോ. കണ്ണുകെട്ടി കാണുമ്പോ, പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോ, സിനിമയുടെ മോഡൽ മാറുമ്പോ എല്ലാം മറന്നതിന്റെ പിന്നാലെ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ചെറുപ്പക്കാരെ ചിന്തിക്കുക. ഇന്ന് മരണപ്പെട്ടോ പൊന്നുപോലെ നാളെ ഈ സമയത്ത് നീ കിടക്കുന്നതിന്റെ പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. വള്ളക്കടവ് പള്ളിയിൽ 29 രാവിന്റെ ഏത്തിക്കാതിരിക്കുന്നു. അവസാന 10 ദിവസവും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഏത്തിക്കാതിരിക്കാനുമുണ്ട്. 29 രാവിന്റെ ഈ വർഷം ലൈലത്തുൽ ഖദറിന് സാധ്യത കൂടുതൽ ഉണ്ടായിരുന്ന ദിവസമാണ് 29 രാവ്. അല്ലാഹുവേ, ആ 29 രാവിന്റെ പൊട്ടിക്കരണ്ട് കൊണ്ട് വാടുക്കുമ്പോ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മുമ്പിൽ വന്ന് തൊപ്പിയിട്ടിരിക്കുകയാ. ആരാകുന്നവരെന്നറിയുമോ? വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഹൈന്ദവനായിരുന്നു. ഹൈന്ദവനാണ്, ചെറുപ്പക്കാരനാണ്. റമളാൻ മാസം 4ാമത്തെ ദിവസമായപ്പോ എന്റെ റൂമിലേക്ക് കടന്നു വന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമായി പെരുങ്കുളത്തെ ചെറുപ്പക്കാരാ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന പെരുങ്കുളത്തെ ചെറുപ്പക്കാരാ, അവൻ തൊപ്പിയിട്ടുകൊണ്ട് പൊട്ടിക്കിടന്ന് 29 രാവിന്റെ പ്രഭാതമായപ്പോ എന്റെ മുമ്പ് വന്നിരുന്ന പൊട്ടിക്കിടന്ന് കൊണ്ട് പറഞ്ഞു, സാറേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ഒരുപാട് മോശത്തരങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹു പടച്ചതമ്പുരാനെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമായി അത് നിലനിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ പെരുങ്കുളത്ത് വന്ന 10,000 ചെറുപ്പക്കാരുണ്ടെങ്കിൽ അത്രയും ചെറുപ്പക്കാരുടെ ഈമാനവന്റെ ഈമാനിന് തുല്യമാകുമോ ചെറുപ്പക്കാരാ? നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് നിബിധനമെന്ന് പറഞ്ഞാൽ ചാപ്പാടെടുക്കാൻ മാത്രമുള്ളതാ, റമളാനെന്ന് പറഞ്ഞാൽ കറങ്ങി നടക്കാൻ മാത്രമുള്ളതാ, പെരുന്നാളെന്ന് പറഞ്ഞാൽ അടിച്ചു വിളിക്കാൻ മാത്രമുള്ളതാ. കൽബ് പൊട്ടിക്കരഞ്ഞു പോയ ഒരു റക്അത്ത് നിസ്കാരം നിനക്ക് പടച്ചോറ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, ഇന്നത്തെ രാത്രി മുതൽ മാറ്റം വേണം ചെറുപ്പക്കാരാ, ഇന്നത്തെ രാത്രി മുതൽ മാറ്റം വേണം മുസ്ലിം ചെറുപ്പക്കാരാ. ഇന്നലെ വരെ ജീവിച്ചതുപോലെ അല്ല, വല്ലാഹി വല്ലോ, ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല. ഇന്നലെ വരെ എന്റെ മുബൈനകത്തുള്ള അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ വിടുവരും ഇന്നത്തെ രാത്രിയിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാ. ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന സർവ്വ ഹറാമിയത്തുകൾ ഇന്നത്തെ രാത്രി കണ്ട് അവസാനിപ്പിക്കുകയാ. ഇന്നലെ വരെ ഏതൊക്കെ പെൺകുട്ടികളുമായി ഫോണിലൂടെ സമ്പർക്കം നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഇന്നത്തെ രാത്രി കൊണ്ട് അവസാനിപ്പിക്കുകയാ. ഇന്നലെ വരെ ഏതൊക്കെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതെല്ലാം അവസാനിപ്പിക്കുകയാ. ഇനി ഒരു വക്കത്തെ മുടക്കൂല അല്ലോ, ഇനി ഒരു ഹറാമ് ചെയ്യൂല അല്ലോ, ഇനി മുക്കിലല്ലാതെ ഉറങ്ങൂല അല്ലോ, ഇനി സ്വലാത്തുകളല്ലാതെ ഉറങ്ങൂല അല്ലോ. ഇന്ന് തീരുമാനമെടുക്കണം ചെറുപ്പക്കാരാ. ഇന്നത്തെ പ്രവാസനത്തിന്റെ അവസാനം ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട്. എന്തെന്നറിയുമോ? ബദറിന്റെ രണാകരത്തിലെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ ശരീരം മൊത്തവും മെലിഞ്ഞിടങ്ങിപ്പോയെങ്കിലും മനസ്സിന്റെ ഉള്ളറയിലുള്ള ഈ മോറിന്റെ കേട്
ഒരുപാട് വരാറ് കാത്തു സൂക്ഷിച്ച ബദരീങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ബദറിന്റെ തലവരെ വശം സുജൂദിൽ കിടന്ന് ഏറ്റവും അധികം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചൊല്ലിയ ദിക്റ്, ആ ദിക്റ് ഇന്ന് നിങ്ങളെ കൊണ്ട് 33 പ്രാവശ്യം ചൊല്ലിപ്പിച്ചിട്ടാണ് ഇന്നത്തെ ദുആ. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി, ഒരുപാട് പ്രാവശ്യം ചൊല്ലി പൊട്ടിക്കരഞ്ഞ ആ ദിക്ർ ഇന്ന് നിങ്ങളെ മുഴുവനും കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ടാണ് ഇന്നത്തെ ദുആ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു അത് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ അവസാനം ഒരായത്ത് പറഞ്ഞു തരും. ഏതായത്താ? മരണമല്ലാത്ത സർവ്വകാര്യങ്ങളെയും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു ആയത്തുണ്ട് സൂറത്ത് തൗബയിൽ. ഞാൻ റമദാനിന്റെ അവസാന വെള്ളിയാഴ്ച വള്ളക്കടവ് പള്ളി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞാൽ ഫസ്റ്റ് വെള്ളിയാഴ്ച വരുന്നവർക്ക് ഈ ആയത്ത് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഇപ്പൊ വ്യാഴാഴ്ച പെരുന്നാളാണ്. വെള്ളിയാഴ്ച സാധാരണ ജുമയ്ക്ക് എല്ലാ പള്ളിയും ആള് കുറവാണ്. വ്യാഴാഴ്ച പെരുന്നാളാണെങ്കിൽ വെള്ളിയാഴ്ച ആള് കുറയും. കാരണം എന്താ, സഹോദരി ഭർത്താവ് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരുമ്പോഴേ സഹോദരി ചുരിദാറൊക്കെ ഇട്ട് റെഡിയാ നിൽക്കുക. ബന്ധുക്കളെ വീട്ടിൽ പോകുന്നത് നല്ലത് തന്നെയാണ്. ഉച്ച കഴിഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല, അമ്മ അവിടെ കയറ്റും. അപ്പൊ എന്നാലും അങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോ പിറ്റേന്ന് ഇനി പോയി 2 ദിവസം കഴിഞ്ഞൊക്കെ പിന്നെ തിരിച്ചു വരുള്ളൂ. അപ്പോ ഈ വെള്ളിയാഴ്ചയുടെ റമദാൻ കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച ആള് കുറയുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ എല്ലാവരോടും 2 ആഴ്ച മുമ്പേ പറഞ്ഞു, റമദാൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് വെള്ളിയാഴ്ച ഈ ആയത്ത് നിങ്ങൾക്ക് ഏതെന്ന് പറഞ്ഞു. മരണമല്ലാത്ത സർവ്വകാര്യങ്ങളെയും ഈ ആയത്ത് ഓതിയിട്ട് തടഞ്ഞു നിർത്താൻ പറ്റും. ഈ ആയത്ത് ഏതെങ്കിലും ഒരു വക്കത്തിന് ശേഷം കൃത്യമായിട്ട് ഓതണം. അപ്പൊ എന്ത് ചെയ്തു? നല്ല ആളായിരുന്നു. കാരണം എന്താ, ഇതിലൂടെ കേട്ടിട്ട് പിന്നെ ചുമ കഴിഞ്ഞ് പോവാം. കാരണം എന്തെങ്കിലും ഈ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പറയാൻ പറ്റില്ലെങ്കിലോ. അപ്പൊ കേട്ടിരിക്കട്ടെ, എപ്പോഴും ഓതണ്ട, ആവശ്യം വരുമ്പോ. അങ്ങനെയാണല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, ആവശ്യം വരുമ്പോ മാത്രം. കൈവിഷത്തിനുള്ള ദുആ, കൈവിഷമല്ലേ ഇന്നിപ്പോ ഏറ്റവും കൂടുതലുള്ള കൈവിഷമാണ്. വെള്ളം കുടിക്കാൻ വലിയ പാടാണല്ലോ. ഏതെങ്കിലും സഹോദരിമാരിങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ, കുടുംബശ്രീക്ക് പോകുമ്പോൾ വെള്ളം കലക്കി തന്നാൽ നാരങ്ങ വെള്ളം നിങ്ങൾ ആരെങ്കിലും കുടിക്കുമോ? സീനവാട ഇത് ഞാൻ കുടിക്കത്തില്ല, അവള് കൈവിഷം കിളക്കുന്ന ആളാന്ന് പറയും. അപ്പൊ അതിനുള്ള ദുആ ഉണ്ട്, എല്ലാത്തിനും മരുന്നൊക്കെ ഉണ്ട്, മരുന്നും മന്ത്രമൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയണില്ല. തിരികെ ഓതിയൊക്കെ പൈസ വാങ്ങിക്കണം, വലിയാക്കന്മാരെ കഞ്ഞിയിൽ നമ്മളെന്തിനാ പാറ്റിടുന്നത്? ഇവിടെ പെരുങ്കുളത്ത് ഓതലൊക്കെ ഉണ്ടോന്ന് അല്ലാഹു അലം. തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഇച്ചിരി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? കാരണം എന്താണെന്നറിയോ, ധാരാളം പൈസയും പണവും പവറും ഒക്കെ ആയിപ്പോയല്ലോ. സൂറത്തിൽ ഇഖ്ലാസൊക്കെ ഓതി ഫാത്തിഹയൊക്കെ ഓതി വിഷമം മാറും അല്ലെങ്കിൽ ദുഃഖം മാറും എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്